സുനാമിയെ തടുക്കുന്ന ജപ്പാന്റെ രഹസ്യ മതിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം കോസ്റ്റൽ ലൈനിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണെന്നറിയാം. ഒരു സമയത്ത് സുനാമി വന്ന് വിറപ്പിച്ചു പോയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണത്. കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ച് അന്ന് അവർ ആ നഗരത്തിനെ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട സമയത്ത് അത് കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം ജപ്പാൻകാർ കണ്ടെത്തിയ വേറൊരു മെത്തേഡാണ് മൂവബിൾ സീ വാൾസ്. ഇതിന്റെ പ്രത്യേകത, ഇത് ഫുൾ ടൈം അണ്ടർഗ്രൗണ്ടിൽ ഒളിഞ്ഞു കിടക്കും, ആവശ്യമുള്ളപ്പോൾ മാത്രം പൊന്തി വരുള്ളൂ. ഇതിന്റെ പൊന്തി വരുന്ന മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ട് ഇത് 3-4 ടൈപ്പ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒന്ന് ഒരു ബോയൻസി അല്ലെങ്കിൽ സുനാമി പ്രഷർ യൂസ് ചെയ്തിട്ട് പൊന്തി വരുന്നതാണ്. അതിനൊരിക്കലും ഒരു ഇലക്ട്രിസിറ്റിയോ പുറത്ത് എക്സ്റ്റേണൽ എനർജി ആവശ്യമില്ല. വെള്ളത്തിന്റെ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റൈസ് ചെയ്യും. പിന്നെ വരുന്നത് ഒരു മൈക്രോ ടൈഡൽ എനർജി ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. അത് ഈ വേവ്സിന്റെ എനർജി ബേസ് ചെയ്തിട്ടാണ് ഇത് പൊന്തി വരിക. ഇൻ കേസ് ആ ഒരു നഗരം ബ്ലാക്ക് ഔട്ട് ആവാണ്, കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സേഫ്റ്റി സിസ്റ്റം അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ആ നഗരത്തിന്റെ ഭംഗിയെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ള. നമ്മുടെ നാട്ടിലുള്ള കടലിന്റെ സൈഡിലുള്ള ഭിത്തികളൊക്കെ ആ ഒരു വ്യൂവിനെ എപ്പോഴും ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസിൽ അതില്ല. പിന്നെ സുനാമി പോലുള്ള ഒരു മഹാദുരന്തം വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി എഫിഷ്യന്റ് ആണെന്നല്ല, അത് ആ നഗരത്തിനും അവിടെ ആളുകൾക്കും രക്ഷപ്പെടാനും വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനുള്ള കുറച്ച് സമയം നേടിക്കൊടുക്കും. വലിയ എർത്ത്, സുനാമി, ഫ്ലഡ് എന്തുമായിക്കോട്ടെ, ഇതിനെ കൃത്യമായി എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിന് ജപ്പാൻ എന്നുള്ള രാജ്യം ഒരു വലിയ ഉദാഹരണമാണ്.